മൈ ചാനൽ കൃഷ്ണ ആൻഡ് ലക്ഷ്യാസ് വ്ലോഗ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് UAE പോയായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ ദുബായ് വ്ലോഗ് ഇനി ഉടനെ വരും. ഇനി ഈ വീഡിയോ ഇനി എപ്പോൾ വരുമെന്ന് ദൈവത്തിനറിയാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അഴീക്കൽ ബീച്ചിൽ പോവാണ് ഗൈസ്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ആണ് അച്ഛൻ, അമ്മ, പിന്നെ നമ്മുടെ മായാൻറ്റി ഉണ്ട് ഗൈസ്, പിന്നെ നമ്മുടെ ജയാമയുണ്ട് ഗൈസ്. En mi sombra así escapando y me tiré bajo la alfombra de tu inmenso jardín. Suenan bien las agujas que van celebrando el final. അപ്പോൾ ഗൈസ്, നമ്മളെത്തി. ഇന്ന് നല്ല റഷുള്ള ഡേ ആണ്, കാരണം ഇന്ന് വിഷുവിൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് ഇതിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് ഉടനെ അസ്തമയമൊക്കെ കാണാം. ഗൈസ്, ഈ ബീച്ചിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇവിടെ ഇന്ന് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള റൈഡ്, എനിക്ക് സത്യം പറഞ്ഞുകൊണ്ട് ആ റൈഡ് ഭയങ്കര വീക്ക്നെസ് ആണ് ഗൈസ്. ഇപ്പോഴും കയറണമെന്നുണ്ട്. കയറിക്കഴിഞ്ഞാൽ പലരും എന്നെ കളിയാക്കിയോടെ, അതുകൊണ്ട് ഇല്ല ഗൈസ്. എന്നെ പട്ടം പറക്കുന്നു ഗൈസ്. അതേപോലെ തന്നെ ഇവിടെ ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ് അങ്ങനെയൊക്കെ ഉണ്ട്. ക്യാമൽ അടിപൊളിയാണ് ഗൈസ്. ഒരു തവണ ക്യാമലിൽ കയറി. ഇവിടെ വന്ന് ഞാൻ ഓൾറെഡി ക്യാമലിൽ കയറിയിട്ടുണ്ട്, പക്ഷേ അവിടെ ദുബായിൽ ക്യാമൽ റൈഡിൽ കയറി വിളിച്ചു പോയി ഗൈസ്. കാരണം അവിടെ ഭയങ്കര ഒന്നാമത് ഡെസേർട്ട് കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഇതാണ് ഗൈസ്. അങ്ങനെ ഞാൻ കയറി വിളിച്ചു പോയി. അവിടെ ഞാൻ മായാനിയും കൂടെ ആയിരുന്നു ദുബായിൽ ക്യാമൽ റൈഡ് കയറിയത്. സത്യം പറഞ്ഞാൽ പരലോകം കണ്ടു ഗൈസ്. ഗൈസ്, നല്ലതായിട്ട് തിരയുണ്ട് ഇന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹരമാണ് ഗൈസ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോത്തില്ലായിരുന്നു. ലാസ്റ്റ് അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞാണ് ഇവിടുന്ന് കയറ്റുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഇതാണ് ഗൈസ്. ഇപ്പം പിന്നെ വളർന്നതിന് ശേഷം ബീച്ചിൽ എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് മൗണ്ടെയിനോടൊക്കെയാണ് ഗൈസ്. ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്നാലും ബീച്ച് ഇഷ്ടമൊക്കെയാണ്. Hipnótico sobre de acero y miel, te fuiste cerrando para mover. Siempre estoy por saber qué hacer. ഇന്നിപ്പോൾ ഭയങ്കര നല്ല തിരയായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ് ഗൈസ്. ഭയങ്കര തിര, പക്ഷെ എനിക്ക് ഇറങ്ങണമെന്നുണ്ട് ഗൈസ്. പക്ഷേ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ വേണ്ട, കാരണം ഇപ്പോൾ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതേപോലെ ഇന്ന് എനിക്കൊരു വിഷമമുള്ള ദിവസം കൂടെയാണ് ഗൈസ്. കാരണം സാധാരണ എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ശംഖൊക്കെ കിട്ടുന്നതായിരുന്നു. എനിക്കതിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ തന്നെ ഉണ്ട് അതിൻ്റെ. പക്ഷെ ഇന്ന് എനിക്ക് ശംഖൊന്നും കിട്ടിയില്ല ഗൈസ്. ഇന്ന് ഫുള്ള് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഉള്ളു. തിര വന്നു ഗൈസ്. തിര ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കൂടുന്നുണ്ട് ഗൈസ്. അതേപോലെ ഗൈസ്, ഈ ബീച്ചിൽ 2004 ഡിസംബർ 26 സുനാമി ഉണ്ടായ ബീച്ചാണ്. അതേപോലെ ഇത് ഭയങ്കര അപകടകരമായ ഒരു ബീച്ച് കൂടാണ് ഗൈസ്. കാരണം ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ജീവനൊക്കെ അന്ന് നഷ്ടപ്പെട്ടു. അന്ന് ഞാനില്ലായിരുന്നു. അതിൻ്റെ പിറ്റേ വർഷമാണ് ഞാൻ ജനിച്ചത്, 2005 പക്ഷേ ഒരുപാട് ജീവനൊക്കെ നഷ്ടപ്പെട്ട ഒരു സുനാമി കാരണം അന്ന് 2004 ഡിസംബർ ഒരുപാട് ജീവനൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ കണ്ട ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഡൊക്കെ ഉണ്ട് ഗൈസ്. കാരണം അത്ര ഞാൻ പറഞ്ഞില്ല, അതേപോലെ അപകടകരമായ ഒരു ബീച്ചാണ്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് കൂടി വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ 6 മാസം മുന്നേ, ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിരുന്നു. അങ്ങനെ 6 മാസം മുന്നേ ഞങ്ങൾ വന്നപ്പം സത്യം പറഞ്ഞാൽ ബീച്ച് അങ്ങ് കയറി കിടക്കും. ഇപ്പം അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് വലിഞ്ഞിട്ടുണ്ട്. ഇനി കയറാനായിട്ടാണ്. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ കയറി വരും. 3 മുന്നേ കയറി വരുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. കാരണം ശക്തമായിട്ടാണ് തിരയടിക്കുന്നത്. വല്യമ്മച്ചി അങ്ങനെ ബീച്ചിൽ ഇറങ്ങത്തില്ല ഗൈസ്. അപ്പോൾ ഇവിടെ കമ്പനിക്കാരിയൊക്കെ കിട്ടി ഇവിടെ സംസാരിക്കും.
സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മളിനി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇനി അവിടോട്ട് മറ്റേ കല്ലുണ്ട്, അവിടെ മറ്റേ കല്ലിടുക്കുണ്ട്, മറ്റേ അതിന് പേരെനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പം അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ അങ്ങ് ഭയങ്കര ഇരുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ പകുതി വരെ പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പോയിട്ടും കാര്യമില്ല. പിന്നെ അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് സത്യം പറഞ്ഞാൽ ഓൾറെഡി കുറേ തവണ പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ അഴീക്കൽ ബ്രിഡ്ജ് ഉണ്ട്. അഴീക്കൽ ബ്രിഡ്ജ് അതിൻ്റെ ഓൾറെഡി ഞാൻ നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ കൂട്ടുമാറുക്കൽ ബ്രിഡ്ജുണ്ട്. അവിടെ ഇപ്പോൾ പോകണം. ഇപ്പം കണ്ട ഗൈസ് ഇരുട്ടി സന്ധ്യയായി വരുന്നുണ്ട്. അതിനനുസരിച്ച് തിര ശക്തമാവുന്നുണ്ട് ഗൈസ്. നമ്മൾ ബ്ലൂബെറി ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഇനി ഐസ്ക്രീം കഴിച്ചിട്ട് കപ്പലിന് മേടിക്കണം. ഇപ്പോൾ കഴിക്കട്ടെ ഗൈസ്. കോളിഫ്ലവർ ബജ്ജി മേടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ആ കല്ലിൻ്റെ അവിടെ ഒട്ടിക്കുന്നു. കുറച്ച് കയറി ഞങ്ങൾ എവിടെ വന്നിരുന്നു, കപ്പലിനെയൊക്കെ മേടിച്ചു. അപ്പോൾ കുറച്ച് നേരം കപ്പലിന് കഴിച്ച് ഈ രാത്രി കാറ്റത്തിരിക്കാൻ വിചാരിച്ചു. നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ കൂട്ടുമാളുക്കൽ പാലത്തിലോട്ട് പോവാണ്. അത് നമ്മുടെ അഴീക്കൽ ബ്രിഡ്ജ് വഴി കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കൂട്ടുംപാതുക്കൽ പാലത്തിലെത്തി. ഇത് ഈ അടുത്തിടയ്ക്ക് വന്നതാണ് ഗൈസ്. ഞങ്ങളുടെ കായംകുളം MLA പ്രതിഭ മേഡത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വന്ന ഒരു പാലമാണ് ഗൈസ്, കൂട്ടുംപാതുക്കൽ പാലം. ഇതിൻ്റെ അടിയിലോട്ട് മാറി സീ ഫുഡൊക്കെ കിട്ടും. അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. റിസോർട്ട് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ഇപ്പം നമ്മൾ കായംകുളമായി. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ബൈ.